ഉമർ വീണ്ടും കഥകിൽ തട്ടി, ഫാത്തിമ, എടി ഫാത്തിമ കഥകു തുറക്കടി. ഖുർആൻ പഠിപ്പിക്കാൻ ഉസ്താദ് ഇങ്ങനെ വന്നിരുന്നതാ. പെട്ടെന്ന് ഉമറിന്റെ ശബ്ദം, ഉമറിന്റെ സഹോദരി പറഞ്ഞിട്ടുണ്ട്, ഉമർ വന്നിട്ടുണ്ട്. ഉമർ എന്ന പേര് കേട്ടത് ഉസ്താദ് ഇരുന്നിങ്ങട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ എങ്ങാണ് എന്നെ കണ്ടാല്, ഞാൻ ഇവിടെ ഖുർആൻ പഠിപ്പിക്കാനാണ് വന്നതെന്ന് ഉമർ എങ്ങാണ് പറഞ്ഞാല് ആദ്യം ഉമർ എന്നെ പീസാക്കി. അതുകൊണ്ട് ഉസ്താദ് ആദ്യം ഓടി. ഖുർആനൊന്നും എടുക്കാൻ നിന്നില്ല, ഖുർആനും കിതാബും ഒന്നും നോക്കാൻ നിന്നില്ല. ഉമറെന്ന് കേട്ടതും പേടിച്ച് അടുക്കളയുടെ ഭാഗത്തോടെ എവിടെയോ കയറി ഒളിച്ചിരുന്നു. ഉമറിന്റെ സഹോദരി കഥക് ഉറക്കാൻ പോയി. കാരണം 2 പ്രാവശ്യം ഉമർ കഥകിൽ തട്ടി. 3ാമത് കഥകിൽ തട്ടൊന്നുമില്ല, ചവിട്ടി പൊളിച്ച് അകത്ത് വരലേ ഉണ്ടാവുള്ളൂ. അതൊക്കെയാ ഉമറിന്റെ ശീലം. അങ്ങനെ മഹാനായ ഉമറിന്റെ മുന്നിൽ പ്രിയപ്പെട്ട സഹോദരി കഥക് തുറന്നു. മഹാനായ ഉമറിനാ വീട്ടിനുള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, നീ മുസ്ലിമായോ ഫാത്തിമ എന്ന് ചോദിച്ചുകൊണ്ട് ഉമർദാ തന്റെ സഹോദരി അടിക്കാൻ തുടങ്ങുകയാണ്. തന്റെ സഹോദരിയുടെ മുഖത്തേക്ക് ഉമർദാൻ അടിക്കാൻ തുടങ്ങുകയാ. ഉടൻ തന്നെ സഹോദരിയുടെ ഭർത്താവ് തടസ്സം പിടിക്കാൻ വരികയാണ്. രണ്ടുപേരെയും ഉമർ മർദ്ദിക്കുകയാണ്. എന്തൊക്കെയാണോ തന്റെ കയ്യിൽ കെട്ടിയത്, കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഉമർ അവരെ അടിക്കുകയാണ്. അവരുടെ ശരീരം പൊട്ടുകയാ, തല പൊട്ടി രക്തമൊഴുകുകയാണ്, മുഖം പൊട്ടി രക്തമൊഴുകുകയാണ്. ഉമർ ക്രൂരമായി അവരെ മർദ്ദിക്കുകയാ. അങ്ങനെ രണ്ടുപേരും മർദ്ദനം കൊണ്ട് അപശരായ വീടിന്റെ 2 വശത്തിരിക്കുകയാണ്. അകത്തേറി ഒളിച്ചിരുന്ന ഖബാബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരാതെ ഒളിച്ചിരിക്കുകയാണ്. ഉമറിന്റെ ദേഷ്യം തീരുന്നില്ല. ഉമർ ദേഷ്യത്തോടുകൂടി നോക്കുമ്പോൾ അതാ വിശുദ്ധ ഖുർആൻ കിടക്കുകയാണ്. ഖബാബ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുക്കാതെ അകത്തേക്ക് ഓടിയതല്ലേ, ആ ഖുർആൻ അവിടെ കിടക്കുകയാണ്. ഉമർ പെട്ടെന്ന് ആ ഖുർആൻ എടുക്കാൻ പോവുകയാണ്. അതേ ഉമറിന്റെ പെങ്ങൾ ഫാത്തിമയുണ്ടല്ലോ, ഉമർ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഫാത്തിമ അവശയായി വീണ് കിടക്കുകയാ. മഹദിയായ ഫാത്തിമ ഉമറിന്റെ കയ്യിൽ പെടുന്നതിന് മുമ്പ് ഉടൻ തന്നെ വിശുദ്ധ ഖുർആൻ എടുത്ത് നെഞ്ചോട് ചേർക്കുകയാ. ഉമറിന്റെ സഹോദരിയാണ്, ഉമറിന്റെ ധീരതയുള്ള സഹോദരിയാ, ഉമറിന്റെ ധൈര്യമുള്ള സഹോദരിയാ. ഉമർ പറഞ്ഞു, ഫാത്തിമ ഫാത്തിമ, ഫാത്തിമ അതിങ്ങു തരൂ ഫാത്തിമ, ഞാനൊന്ന് വായിക്കട്ടെ ഫാത്തിമ. ഉടൻ തന്നെ മഹദിയായ ഫാത്തിമ പറഞ്ഞു, ഇല്ല ഉമർ, ഇന്നക നജസൻ വ ഇന്നഹാ താഹിർ ലാ യമസ്സുഹാ ഇല്ലാ മുതഹിറുൻ. ഇല്ല ഉമർ, നീ ദേഷ്യത്തിലാണ് ഉമർ, നീ ദേഷ്യം കൊണ്ട് അശുദ്ധിയോടുകൂടി നിൽക്കുകയാണ് ഉമർ. ഈ ഖുർആൻ പരിശുദ്ധമാണ് ഉമർ. ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന, കോപത്തോടുകൂടി നിൽക്കുന്ന നിന്റെ കയ്യിലേക്ക് ഈ ഖുർആൻ ഞാൻ തരില്ല ഉമറേ. മഹാനായ ഉമർ ചോദിച്ചു, ഫാത്തിമ എന്ത് ചെയ്താൽ നീ അതെനിക്ക് തരുന്നതാണ്? ഉടൻ തന്നെ ഫാത്തിമ പറഞ്ഞു, ഉമറേ നീ പോയി കുളിച്ച് ശുദ്ധിയായി വരിക ഉമറേ. ഉമറുടൻ തന്നെ യാത്രയാവുകയാണ്. ഉമർ പോയി കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രധാരിയായി മടങ്ങി വരികയാണ്. ആദിഹി സഹീഫത യാ ഫാത്തിമ, ഫാത്തിമ അതിങ്ങ് തരൂ ഫാത്തിമ, ഫാത്തിമ അതിങ്ങ് തരൂ ഫാത്തിമ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉമറിന്റെ കയ്യിലേക്ക് ഖുർആൻ കൊടുക്കുകയാണ്. ഉമറിന്റെ കയ്യിലേക്ക് ഖുർആൻ കൊടുക്കുകയാണ്. അതേ ചരിത്രത്തിന്റെ ഗതി പോലും മാറുകയാണ്. ചരിത്രം മാറ്റിമറിക്കപ്പെടുകയാണ്. ഉമർ ദാ ഖുർആൻ ഓതാൻ തുടങ്ങുകയാ. എന്റെ ചെറുപ്പക്കാരാ, ഉമറാകാൻ നിനക്ക് കഴിയുമോ? എങ്കിലെന്റെ പൊന്നുമോനെ ഖുർആൻ നീ ഒന്ന് കൈകൊണ്ടെടുക്കടാ. അല്ലാഹുവിന്റെ ഖുർആൻ നീ ഒന്ന് പാരായണം ചെയ്യടാ. പാടായ ഉമർ വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാമയനായ, കരുണാവാരിധിയായ അല്ലാഹുവിന്റെ നാമത്തിലാണല്ലോ ഈ ഖുർആൻ തുടങ്ങുന്നത്. അതേ ദുനിയാവില് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്ന, എന്നാൽ ആഖിറത്തിലോ തനിക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന അല്ലാഹ്. ആ
അല്ലാഹുവിന്റെ നാമത്തിലാണല്ലോ ഈ ഖുർആൻ തുടങ്ങുന്നത്. ഇതെത്രയോ സുന്ദരമായ വചനങ്ങളാണ്, ഇതെത്രയോ സുന്ദരമായ നാമങ്ങളാണ്. വീണ്ടും ഉമർദാ വായിച്ചു തുടങ്ങുകയാണ്. ത്വാഹ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഉമർ വായിച്ചു തുടങ്ങുകയാണ്. ത്വാഹ ത്വാഹ നബിയേ, ത്വാഹ നബിയേ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ, താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ, താങ്കളെ വിഷമിപ്പിക്കാൻ ഞാൻ ഈ ഖുർആൻ ഇറക്കിയില്ല നബിയേ. ഉമർ ചിന്തിച്ചു പോവുകയാണ്. ഇതെത്രയോ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ്. മുഹമ്മദ് സാഹിത്യം പഠിച്ചിട്ടില്ല, മുഹമ്മദിന് എഴുതാൻ അറിയില്ല, മുഹമ്മദിന് എഴുതിയാൽ തന്നെ വായിക്കാൻ അറിയില്ല, മുഹമ്മദ് സാഹിത്യവും പഠിച്ചില്ല. പക്ഷേ ഇതെത്രയോ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ്. ഇല്ല ഇല്ല, ഇത് മുഹമ്മദിന്റെ വാക്കുകളല്ല, ഇത് ലോകത്തുള്ള ഒരു മനുഷ്യന്റെയും വാക്കുകളല്ല, ഇത് രാജാതിരാജനായ പടച്ചവന്റെ വാക്കുകളാണ്. വീണ്ടും ഉമർ ഇങ്ങനെ വായിച്ചു വായിച്ചു വരികയാണ്. ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഉമർ വായിക്കുകയാണ്. ഇന്നനി അനല്ലാഹ്, നിശ്ചയം ഞാനാണ് അല്ലാഹ്, ഞാനാണ് അല്ലാഹ്, ഞാനാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഞാനല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ ആരാധിക്കപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിക്കപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ പരിപാലകനില്ല, ഞാനല്ലാതെ സൃഷ്ടാവില്ല, ഞാനല്ലാതെ സംഹാരകർത്താവില്ല, ഞാനല്ലാതെ ആരാധനാമൂർത്തിയുമില്ല. അതുകൊണ്ട് ഫഅബ്ദുനി, എന്നെ മാത്രം നീ ആരാധിക്കുക, എന്നോട് മാത്രം നീ പ്രാർത്ഥന നടത്തുക, എനിക്ക് വേണ്ടി മാത്രം നീ സുജൂദ് ചെയ്യുക, എനിക്ക് വേണ്ടി മാത്രം നീ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിക്കുക. ഈ ഒരു വാചകം വായിക്കുമ്പോൾ ഉമർ ചിന്തിക്കുന്നു, അല്ലാഹ്, ഞാനും പടച്ചവന്റെ അടിമയാണ്, ഞാനും അല്ലാഹുവിനെ അനുസരിക്കേണ്ടവനാണ്, ഞാനും അല്ലാഹുവിനെ ആരാധിക്കേണ്ടവനാണ്. ഇതാണോ മുഹമ്മദ് പഠിപ്പിക്കുന്നത്? എങ്കിലാ മുഹമ്മദിനെ എനിക്കൊന്ന് കാണണം, എങ്കിലാ മുഹമ്മദിനോട് എനിക്ക് സംസാരിക്കണം. ഐന മുഹമ്മദ് യാ ഫാത്തിമ, എന്റെ സഹോദരി ഫാത്തിമ, മുഹമ്മദ് എവിടെയുണ്ട് ഫാത്തിമ, മുഹമ്മദ് എവിടെയുണ്ട് ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയില്ല, അറിയില്ല ഉമറേ എന്ന് മറുപടി പറയുകയാണ്. അതേ, ഉടൻ തന്നെ അകത്ത് കയറി ഒളിച്ചിരുന്ന സ്വഹാബി ഉണ്ടല്ലോ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, എന്തും വരട്ടെ എന്നുള്ള ധൈര്യത്തോടെ പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, ഉമറേ, നിനക്കറിയുമോ ഉമറേ, നീ അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ നടക്കുന്നവനാണ്, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിറക്കാൻ നടക്കുന്ന കൊട്ടേഷൻ കൊണ്ടതാണ്. എന്നാൽ അറിയുമോ ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്, മണിക്കൂറുകളോളം നിന്ന് നിസ്കരിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലുകളിൽ നീര് വെക്കുകയാണ്. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, നാഥാ അല്ലാഹുമ്മ അയ്യിദുൽ ഇസ്ലാം, പടച്ചവനെ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ നാഥാ. അല്ലാഹുമ്മ അയ്യിദുൽ ഇസ്ലാം ബി ഉമർ ഇബ്നുൽ ഖത്താബ് ഔ ബി അംർ ഇബ്നുൽ ഹിഷാം, പടച്ചവനെ ഒന്നുകിൽ അബൂജഹലിനെ മുസ്ലിമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഖത്താബിന്റെ മകൻ ഉമറിനെ മുസ്ലിമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്.
ഉമർ ദുആ, ഉമറേ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. ഉമർ ഞെട്ടിപ്പോവുകയാണ്. ഞാൻ മുഹമ്മദിന്റെ തലയിറക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി മുഹമ്മദ് കരയുകയാണോ? എനിക്ക് വേണ്ടി മുഹമ്മദ് ദുആ ചെയ്യുകയാണോ? അയിന മുഹമ്മദ് യാ ഖബാബ്, ഏ ഖബാബേ എങ്കിലാ മുഹമ്മദ് എവിടെയുണ്ട്? ഖബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ഉമറേ ഫീ ദാരിൽ അർഖം ഇൻദ സഫാ, പർവ്വതത്തിന്റെ ചാരത്തുള്ള അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ട്. ഉമറേ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു യാത്രയാകുന്നു ദാറുൽ അർഖമിലേക്ക്, അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ. ഉമർ ഇങ്ങനെ പോയി. ഏകദേശം 40ഓളം സഹാബാക്കൾ ആ വീട്ടിനകത്ത് ഒളിച്ചു താമസിക്കുക. ആരെ പേടിച്ചിട്ടാ? ഒന്നാമത് പേടിക്കുന്നത് ഉമറിനെയാണ്. ആ ഉമറ അങ്ങോട്ടില്ല. അവസ്ഥ ചിന്തിച്ചു നോക്ക്.